ഹൈപ്പോത്തിസിസ് ആൻഡ് അസംഷൻ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ് ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് കൺസെപ്റ്റ്, ഡെഫിനിഷൻ, ഹൈപ്പോത്തിസിസ്, പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്, റിസർച്ച് ക്വസ്റ്റ്യൻ. രണ്ടോ അതിൽ കൂടുതൽ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എക്സ്പെക്റ്റഡ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഹൈപ്പോത്തിസിസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റെപ്രസെൻറ്റ് ദ കോംപ്ലക്സ് ഹൈപ്പോത്തിസിസ്. താഴെ തന്നിരിക്കുന്നതിൽ കോംപ്ലക്സ് ഹൈപ്പോത്തിസിസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. സോഷ്യൽ സപ്പോർട്ട്, ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് റെഗുലർ എക്സസൈസ് ഡിക്രീസ് ദ ഇൻസിഡൻസ് ഓഫ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ബാക്കി മൂന്ന് ഓപ്ഷൻസിലും രണ്ട് വേരിയബിൾസാണുള്ളത്. ഇതിൽ രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കോംപ്ലക്സ് ഹൈപ്പോത്തിസിസ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് കണ്ടെയ്നിങ് ഹൈപ്പോത്തിസിസ് ദാറ്റ് ആർ സിമിലർ ടു ഈച്ച് അതർ. ഒരുപോലെയുള്ള ഹൈപ്പോത്തിസിസ് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് പെയറിലാണ് ഉൾപ്പെടുത്തുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് സിമ്പിൾ ആൻഡ് കോംപ്ലക്സ്, അസോസിയേറ്റീവ് ആൻഡ് കാഷ്വൽ, ഡയറക്ഷണൽ ആൻഡ് കാഷ്വൽ, നൾ ആൻഡ് കോംപ്ലക്സ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, അസോസിയേറ്റീവ് ആൻഡ് കാഷ്വൽ. ഈ ഒരു ഹൈപ്പോത്തീസിസ് ആണ് സിമിലറായിട്ട് വരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, റിലാക്സേഷൻ തെറാപ്പി ഈസ് മോർ എഫക്റ്റീവ് ദാൻ സ്റ്റാൻഡേർഡ് പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ എലോങ് ഇൻ ഡിക്രീസ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പ്രീ ഓപ്പറേറ്റീവ് ആങ്സൈറ്റി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നൾ ഹൈപ്പോത്തിസ്, നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തിസ്, കോംപ്ലക്സ് ഹൈപ്പോത്തിസ്, ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ്. പ്രീ ഓപ്പറേറ്റീവ് ആങ്സൈറ്റി ഡിക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് പകരം അതിനേക്കാൾ എഫക്റ്റീവ് എന്ന് പറയുന്നത് റിലാക്സേഷൻ തെറാപ്പി കൊടുക്കുന്നതാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ ദ ഇൻസിഡൻസ് ഓഫ് phlebitis around intravenous cannula change every 72 hours and those changed at 96 hours is an example of a. Option null hypothesis, directional hypothesis, non-directional hypothesis, simple hypothesis. Answer option A, null hypothesis. ആറാമത്തെ ക്വസ്റ്റ്യൻ, റിസർച്ച് ഹൈപ്പോത്തിസിസ് ആർ. ഓപ്ഷൻസ് formulated prior to a review of literature. Option B, statement of predicted relationship between variables. Option C, stated such that they can be confirmed or refuted. Option D, belief about any natural phenomenon. റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രഡിക്റ്റഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഹൈപ്പോത്തിസിസ് ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് സ്റ്റഡീസ് യൂഷ്വലി. ഓപ്ഷൻ എ, ആർ സ്പെസിഫിക് ആൻഡ് സ്റ്റേറ്റഡ് പ്രയർ ടു ബിഗിനിങ് ദ സ്റ്റഡി. Option B, are often generated as the data collected, interpreted and analyzed. Option C, are never used. Option D, are always stated after the research study has been completed. Answer option B ആണ്, are often generated as the data are collected, interpreted and analyzed. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബിലീഫ്സ് ആൻഡ് ഐഡിയാസ് വിച്ച് ആർ കൺസിഡേർഡ് ടു ബി ട്രൂ ആർ നോൺ ആസ് ഹൈപ്പോത്തിസിസ്, അസംഷൻ, കൺസെപ്ച്വൽ ഡെഫിനിഷൻ, ഓപ്പറേഷണൽ ഡെഫിനിഷൻ. ബിലീഫ്സും ഐഡിയാസും ട്രൂ ആണെന്ന് കൺസിഡർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് അസംഷൻ എന്ന് പറയുന്നത്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസിൻ്റെ കമ്പോണൻറ്റ് അല്ലാത്തത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നോട്ട് എ കമ്പോണൻറ്റ്. ഓപ്ഷൻസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, എക്സ്ട്രേനിയസ് വേരിയബിൾ, സ്റ്റഡി പോപ്പുലേഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, എക്സ്ട്രേനിയസ് വേരിയബിൾ. ഹൈപ്പോത്തിസിസിൻ്റെ കമ്പോണൻ്റ് അല്ലാത്തത് എക്സ്ട്രേനിയസ് വേരിയബിൾസ് ആണ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും സ്റ്റഡി പോപ്പുലേഷനും ഹൈപ്പോത്തിസിസിൻ്റെ കമ്പോണൻസ് ആണ്.
പത്താമത്തെ ക്വസ്റ്റ്യൻ ദ മെയിൻ പർപ്പസ് ഓഫ് കൺസിഡറിങ് delimitation in research study is ഓപ്ഷൻസ് ടു predict the relationship between variables, to define the scope of research study, to express the beliefs and ideas about the phenomenon under the study, to define the variables in measurable terms. റിസർച്ച് സ്റ്റഡിയിൽ ഡീലിമിറ്റേഷൻസ് കൺസിഡർ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ടു ഡിഫൈൻ ദ സ്കോപ്പ് ഓഫ് റിസർച്ച് സ്റ്റഡി. ഡീലിമിറ്റേഷൻസ് റിസർച്ച് സ്റ്റഡീസിൽ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് റിസർച്ച് സ്റ്റഡീസിൻ്റെ സ്കോപ്പ് ഡിഫൈൻ ചെയ്യാൻ കഴിയും. 11ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മേ ബി കൺസിഡേർഡ് ആസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ഹൈപ്പോതെസിസ്. ഗുഡ് ഹൈപ്പോതെസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കൺസെപ്ച്വൽ ക്ലാരിറ്റി, എംപിരിക്കൽ റെഫറൻറ്റ്, ഒബ്ജക്റ്റിവിറ്റി, ആൾ ഓഫ് ദ എബോവ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഓൾ ഓഫ് ദ എബോവ്. കൺസെപ്ച്വൽ ക്ലാരിറ്റി, എംപിരിക്കൽ റെഫറൻറ്റ്, ഒബ്ജക്റ്റിവിറ്റി ഒക്കെ ഗുഡ് ഹൈപ്പോതെസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് സോഴ്സ് ഓഫ് ഹൈപ്പോതെസിസ്. ഹൈപ്പോതെസിസിൻ്റെ സോഴ്സ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്, പ്രീവിയസ് റിസർച്ച് ഫൈൻഡിങ്, കൺസൾട്ടേഷൻ വിത്ത് ആൻ എക്സ്പേർട്ട്, റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, കൺസൾട്ടേഷൻ വിത്ത് ആൻ എക്സ്പേർട്ട് ആണ് ഹൈപ്പോതെസിസിൻ്റെ സോഴ്സിൽ കൺസിഡർ ചെയ്യാത്തത്. 13ാമത്തെ ക്വസ്റ്റ്യൻ ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇയേഴ്സ് ഓഫ് നഴ്സിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എമംഗ് ദ നഴ്സസ് ഇൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഓപ്ഷൻസ് അസോസിയേറ്റീവ് ഹൈപ്പോതെസിസ്, കാഷ്വൽ ഹൈപ്പോതെസിസ്, ഡയറക്ഷണൽ ഹൈപ്പോതെസിസ്, നോൺ ഡയറക്ഷണൽ ഹൈപ്പോതെസിസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, നോൺ ഡയറക്ഷണൽ ഹൈപ്പോതെസിസ് ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ അസംഷൻസ് ആർ ജനറലി യൂസ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് റിസർച്ച് സ്റ്റഡി. ഓപ്ഷൻസ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്, എക്സ്പെരിമെൻ്റൽ റിസർച്ച്, ക്വാസി എക്സ്പെരിമെൻ്റൽ റിസർച്ച്, കേസ് കൺട്രോൾ സ്റ്റഡീസ്. ഏത് ടൈപ്പ് റിസർച്ച് സ്റ്റഡിയിലാണ് അസംഷൻസ് ജനറലി യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, എക്സ്പ്ലോറേറ്ററി റിസർച്ച്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് സ്റ്റഡീസിലാണ് അസംഷൻസ് ജനറലി യൂസ് ചെയ്ത് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ദർ ഈസ് എ സൂപ്പർ നാച്ചുറൽ പവർ ദാറ്റ് ഗവേൺ ദിസ് യൂണിവേഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ഓഫ് ദ അസംഷൻ ഫോളോയിങ് ടൈപ്പ്. ഓപ്ഷൻസ് യൂണിവേഴ്സൽ അസംഷൻ, തിയററ്റിക്കൽ അസംഷൻ, വാറണ്ട് അസംഷൻ, അൺവാറണ്ട് അസംഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ യൂണിവേഴ്സൽ അസംഷൻ ആണ്. 15 ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. താങ്ക്സ് ഫോർ വാച്ചിങ്.